ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തേക്ക് വിദേശയാത്ര ഒഴിവാക്കണം, ആരും സ്വർണം വാങ്ങരുത്, വിദേശത്ത് നിന്നുള്ള പാചക എണ്ണകൾ ഇറക്കുമതി ചെയ്യരുത്. അങ്ങനെ 7 നിർദ്ദേശങ്ങൾ തന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ നാട്ടിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ആ കാര്യം അറിയേണ്ടതുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിലേക്കുള്ള ചില സൂചനകൾ ഇതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതിൽ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ യുവാക്കൾക്കിടയിൽ വൈറ്റ് കോളർ ജോബിനോടുള്ള താല്പര്യം വർദ്ധിച്ചു വന്നു. AC റൂമുകളിൽ ഓഫീസുകളിലിരിക്കുക, 2 ഫോൺ കയ്യിലുണ്ടാവുക, അവിടെ ഇരുന്നു കൊണ്ട് കറങ്ങുന്ന കസേരയിൽ ബിസിനസ് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ അത്തരം ഓഫീസുകളിൽ അക്കൗണ്ടൻറ്റിൻ്റെയോ ഫൈനാൻസ് മാനേജറുടെയോ ക്ലർക്കിൻ്റെയോ പണി ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വൈറ്റ് കോളർ ജോലിയോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചപ്പോൾ സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാതായി. നമുക്ക് കിണർ കുഴിക്കാനും മതിൽ കെട്ടാനും വീടുണ്ടാക്കാനും മരം മുറിക്കാനും മരം ഈരാനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ കേരളീയർ അവലംബിച്ചിരുന്നത് തമിഴ്നാട്ടുകാരെ ആയിരുന്നു. അണ്ണ അണ്ണ എന്ന് വിളിച്ച് അവർ സമ്പന്നരായി മാറി. പിന്നീട് അവർ നമ്മുടെ നാട്ടിലെ വട്ടിക്കച്ചവടക്കാരായി മാറി. എന്നാൽ അതിനുശേഷം ബംഗാളികൾ എന്ന് വിളിക്കുന്ന UP, ബീഹാർ, ജാർഖണ്ഡ്, ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അവരുടെ ഭാഷ ബംഗ്ലയാണ്, അല്ലെങ്കിൽ ഭോജ്പൂരിയോ ഖഡി ബോലിയോ ഒക്കെ പറയുന്ന ആളുകളാണ്. എന്നാൽ ഇപ്പോൾ നാട്ടിൽ അനുഭവിക്കുന്നൊരു പ്രശ്നം, അവരും തിരിച്ചു വരുന്നില്ല. കുറേ കാലം ഇവിടേക്ക് പണിയെടുത്തപ്പോൾ അത്യാവശ്യം ജീവിക്കാനൊക്കെ അവർക്കും വകയുണ്ടായി. മാത്രമല്ല, അവരുടെ നാടുകളിൽ ചില പ്രത്യേകമായ മാറ്റങ്ങളും നിയമപരമായ ആശങ്കകളും പലതും കാരണം തൊഴിലാളികൾ വരുന്നില്ല. നമ്മുടെ ഫലക്കിൽ പുതിയ സ്കൂളിൻ്റെ പണി നടക്കുകയാണ്. 2000 കുട്ടികൾക്കുള്ള സ്കൂളാണ് ഉണ്ടാക്കുന്നത്. 3 മാസത്തിനുള്ളിൽ പണി തീരേണ്ട സ്കൂൾ പണിയെടുക്കാൻ ഏറെ തൊഴിലാളികൾ വേണം. പണിയെടുക്കാൻ ആളില്ല. പണിയില്ലാത്തവരോ ഈ നാട്ടിലൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവർക്ക് പലതും അറിയാം. അവർക്ക് കമ്പ്യൂട്ടർ തിരിക്കാനും മൗസ് കറക്കാനും അറിയാം. അമേരിക്കയിൽ നിന്നൊരു സുഹൃത്ത് ജുമാൻ്റെ മുമ്പ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, എൻ്റെ ഓഫീസിൽ 70 ആൾ ജോലി ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 11 ആൾക്കുള്ള ജോലിയേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്ന് മൗസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ടിരിക്കുക, വൈകുന്നേരമാക്കുക എന്നതാണ്. അപ്പോൾ അങ്ങനെ തൊഴിലാളികൾ ആവശ്യമില്ലാത്ത യന്ത്രവൽക്കരണം നാട്ടിൽ നന്നായി നടന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ തേങ്ങ പറിക്കാൻ തെങ്ങിൽ കയറുക തന്നെ വേണം. അതിന് യന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. യന്ത്രത്തിൻ്റെ കൂടെ കയറാൻ ആൾ വേണം. നെല്ല് കൊയ്യുമ്പോൾ അതിന് സ്വിച്ചിടാനും കറക്കാനും ഒരാൾ വേണം. വയലിലിറങ്ങാനും പണിയെടുക്കാനും നമുക്ക് എളുപ്പം പഠിക്കാൻ സാധിക്കും. അതിന് നാം തയ്യാറാകുന്നില്ല എന്നതാണ്. യൂറോപ്പിൽ, ഇംഗ്ലണ്ടിലൊക്കെ ഒരു ഷോപ്പ് കാണാം. അതിൻ്റെ പേര് DIY ഷോപ്പുകൾ എന്നാണ് പറയുക. ഡു ഇറ്റ് യൂസെൽഫ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അഥവാ നമുക്ക് വീട്ടിൽ പെയിൻ്റ് അടിക്കാനുണ്ടെങ്കിൽ ആ ഷോപ്പിൽ ചെന്ന പെയിൻ്റ് ഏതാ വേണ്ടത് എന്ന് കാണിച്ചു തരും. അതിൻ്റെ ബ്രഷും മിക്സ് ചെയ്യാനുള്ള പാത്രവും എല്ലാം തരും. വീട്ടിൽ കൊണ്ടുപോയി ഭർത്താവും ഭാര്യയും കൂടെ പെയിൻ്റ് അടിക്കും. ഒരു വാതിൽ വയ്ക്കാനുണ്ടെങ്കിൽ 4 കഷ്ണം മരം തരും, അതിൻ്റെ സ്ക്രൂ തരും, അതിൻ്റെ തുറക്കുന്ന മെഷീൻ തരും, ആഗർ അതുപോലെയുള്ള സാധനങ്ങളെ തരും. അത് കൊണ്ടുപോയി നാം തന്നെ പണിയെടുക്കും. കൂലിക്ക് വിളിച്ചാൽ അവർക്ക് മുതലാവില്ല. അവിടെ ഒരു തൊഴിലാളിയെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി വിളിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മീറ്റർ ചാലു ആകുക. 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
ട്രാഫിക് ജാമിൽ 1.5 മണിക്കൂർ കുരുക്കിൽപ്പെട്ടാൽ ആ 1.5 മണിക്കൂറിനും കൂലി കൊടുക്കണം. കാരണം അവിടെ മണിക്കൂറിനാണ് കൂലി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ സ്വന്തം ചെയ്യും. കാരണം ഒരു മാനേജർക്ക് കിട്ടുന്നതിനേക്കാളും വലിയ കൂലിയാണ് ഈ തൊഴിലാളികൾക്ക് കിട്ടുക. ഇപ്പോൾ ഒരു കിണർ കുഴിക്കുന്ന ഒരാൾക്ക് മാസ്റ്റർക്ക് 1600 രൂപയാണ് ഒരു ദിവസം കൂലി. സഹപണിക്കാർക്ക് 1300 രൂപയാണ് കൂലി. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓഫീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് 15,000 രൂപയ്ക്ക് എത്രയും ആളെ കിട്ടും. അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് എന്തായാലും കിട്ടും. അപ്പം 500 രൂപ 600 രൂപ അതൊക്കെയാണ് ഒരു വിദ്യാഭ്യാസം നേടിയ ആൾക്ക് കൂലി കിട്ടുന്നത്. അപ്പം രണ്ടും ചെയ്യാം. അതുകൊണ്ടാണ് അമേരിക്കയിലും മറ്റുമൊക്കെ ബാങ്ക് മാനേജർ അല്ലെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ഉച്ചവരെ അവിടെ ജോലി ചെയ്യും. പിന്നെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറിയിട്ട് പന കയറാൻ വേണ്ടി പോകും. അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പെയിൻറ് കയ്യിലാക്കാൻ വേണ്ടി ആ ഓയിലൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ യന്ത്രങ്ങൾ നന്നാക്കാൻ വേണ്ടി പോകും. അതിന് കുഴപ്പമില്ല. തിരിച്ചു കഴിഞ്ഞ് വന്നാൽ പിന്നെയും അതേ ജോലിയിലേക്ക് പോകും. അപ്പോൾ ജോലിക്കനുസരിച്ച് വേഷം മാറിയിട്ട് ഏത് ജോലിയും ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാർ ധാരാളമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ ബാധിച്ചിട്ട് കരളിന്, അടിവയറിന്, കുടലിന്, ഇങ്ങനെ രക്താർബുദം പലതുകൊണ്ടും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് എങ്ങനെയാണോ നിശ്ചയിക്കപ്പെട്ടത് ആ സമയത്ത് മരണം നടക്കും. അതാർക്കും തടുക്കാൻ കഴിയില്ല. പക്ഷേ കാരണങ്ങളെ സൂക്ഷിക്കണം. ഇത് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നാശത്തിലേക്ക് നിങ്ങൾ വഴുതി വീഴരുത്. നാശത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കൊണ്ടുപോയി ഇടരുത്. നമ്മുടെ ഭൂമികളിൽ കൃഷി ചെയ്യാൻ സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സോൺ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ നോളജ് സിറ്റിയുടെ ലാൻഡിൽ കൃഷി ചെയ്തു. 6000 ചില്ലാനം കിലോ നെല്ലുൽപാദിപ്പിച്ചു. ഇനിയും അടുത്ത കൃഷി ചെയ്യാനാകും. പച്ചക്കറികൾ ഉണ്ടാക്കാനാകും. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം. നമ്മുടെ വീടുകളിൽ 4 തൈ മുളക് നട്ടാൽ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് കിട്ടും. ബാക്കി വെള്ളിയാഴ്ച വരുമ്പോൾ ഒരു കടലാസിൽ പൊതിഞ്ഞ്, അല്ലെങ്കിൽ കടലാസ് വേണ്ട, ഉടണ്ണിയുടെ ഉപ്പൂത്തിയുടെ ഇലയിൽ പൊതിഞ്ഞ് പള്ളിയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരിക. ഇവിടെ നമുക്കൊരു മണ്ടി തുടങ്ങാം. ഒരാൾ മുളക് കൊണ്ടുവരുന്നു, മറ്റൊരാൾ കോവയ്ക്ക് കൊണ്ടുവരുന്നു, വേറൊരാൾ പാവയ്ക്ക് കൊണ്ടുവരുന്നു, വേറൊരാൾ വെള്ളലിയും പടവലവും കൊണ്ടുവരുന്നു. ചക്ക കൊയ്യാൻ കഴിയുന്നവർ ചക്ക കൊയ്ത് കൊണ്ടുവരുന്നു. മാങ്ങകൾ ആവശ്യത്തിലധികമുള്ളത് പുറത്തേക്ക് കൊടുക്കുന്നു. വെറുതെ കൊടുക്കേണ്ടവർക്കൊരു ഭാഗത്തൊരു കോർണർ വെച്ച് സൗജന്യ വിതരണം ചെയ്യാം. അല്ലാത്തവർക്കൊരു വില നിശ്ചയിച്ച് ചെറിയ വിലക്ക് കൊടുക്കാം. വിഷം ചേർക്കാത്ത ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. പക്ഷേ കുപ്പായം മാറ്റി ഇറങ്ങാൻ, മണ്ണിൽ ചവിട്ടാൻ, കൈക്കോട്ടൊന്ന് പിടിക്കാൻ സന്നദ്ധമാകുന്നില്ല എന്നതാണ് ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളുടെ കൈ പിടിച്ചിട്ട് നല്ല പരുപരുത്ത ഒരു തയമ്പ് പറ്റിയ ഒരു കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് സ്വർഗത്തിലേക്കുള്ള കൈയാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള കൈയാണ്. ഈ അധ്വാനിച്ച കൈകൾ നരകത്തിൽ പോവുകയില്ല എന്ന് നബിതങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കൃഷിയെ നബിതങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക, ഓൺട്രപ്രണർ ആവുക, ലക്ഷങ്ങളുടെയും കോടികളുടെയും ആളായി മാറുക, മില്യണറായി മാറുക എന്നുള്ള ചിന്തകൾ മാത്രമാണ് ചെറിയ തലകളിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാകാം. ഹലാലായ ശരിയാം വണ്ണമുള്ള അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചാളുകളെ ചിന്തിപ്പിക്കാം. എല്ലാവരും ആ വഴിക്ക് പോയാൽ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ കിട്ടുക? പിന്നെ ചൈനയിൽ നിന്ന് ഇറക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അരിയും ആർട്ടിഫിഷ്യൽ കോഴിമുട്ടയും ആർട്ടിഫിഷ്യലി ലാബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന കോഴിയിറച്ചിയും അതൊക്കെ കഴിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രവണത വല്ലാതെ കൂടി വരുന്നു എന്നത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലാബർ ഡെഫിസിറ്റ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. കണക്കുകൾ പ്രകാരം പശ്ചിം ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളുടെ